പ്രിയപ്പെട്ടവരെ, വെടിനിർത്തൽ ലംഘിച്ച് ഇറാന്റെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയ അമേരിക്കൻ യുദ്ധ കപ്പലുകളെ വിറപ്പിച്ചുകൊണ്ട് ഇറാന്റെ പ്രത്യാക്രമണം. ഗൾഫ് കടലിടുക്കുകളിൽ യുദ്ധ സമാനമായ സാഹചര്യം. UAE-ക്കെതിരെ അതിശക്തമായ മുന്നറിയിപ്പ്. ഈ ആക്രമണത്തിൽ അമേരിക്കയോടൊപ്പം ചേർന്ന് UAE ഇറാനെ ആക്രമിച്ചു എന്നാണ് ഇറാൻ പറയുന്നത്. ഏത് സമയത്തും UAE-ക്കെതിരെയുള്ള പ്രത്യാക്രമണത്തിനുള്ള സാധ്യത UAE പരക്കെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതേസമയത്ത് അമേരിക്കയുടെ തുടർ ആക്രമണങ്ങളെ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞു. വാർത്തകളുടെ കൂടുതൽ വിശദാംശങ്ങൾ. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യം നടത്തിയ കടന്നുകയറ്റങ്ങൾക്ക് കടലിൽ വെച്ച് കനത്ത പ്രഹരം നൽകി ഇറാന്റെ ധീരമായ പ്രത്യാക്രമണം. ഇറാനിലെ ജാസ് തീരത്തും ഹോർമുസ് കടലിടുക്കിലേക്ക് പോവുകയായിരുന്ന ഇറാന്റെ ഒരു എണ്ണ കപ്പലിനും ഇതിനു പുറമെ UAE-യിലെ ഫുജീറ തുറമുഖത്തിന് എതിർവശത്തുകൂടി കടലിടുക്കിലേക്ക് പ്രവേശിക്കുകയായിരുന്ന മറ്റൊരു കപ്പലിനു നേരെ അമേരിക്ക ആക്രമണം നടത്തിയതാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. തുടർന്ന് ഖമീർ, സിർക്ക് തീരങ്ങളിലും ഖസം ദ്വീപുകളിലുമുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ ചില പ്രാദേശിക രാജ്യങ്ങളുടെ സഹായത്തോടെ അമേരിക്ക വ്യോമാക്രമണം നടത്തി. ഖസം ദ്വീപിലും ബന്ദർ അബ്ബാസിലും തങ്ങൾ വ്യോമാക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ച അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ എന്നാൽ ഇതൊരു പുതിയ യുദ്ധത്തിന്റെ തുടക്കമല്ലെന്നും 2 ദിവസം മുമ്പ് ഫുജൈറ തുറമുഖത്തേക്ക് ഇറാൻ 15 ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടതിനുള്ള ചെറിയൊരു പ്രതികരണം മാത്രമാണെന്നും അവകാശപ്പെട്ടു. ഇതിനിടെ ഖസം ദ്വീപിലെ ബഹ്മാൻ തുറമുഖത്ത് സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ചട്ടുകമായി പ്രവർത്തിച്ചുകൊണ്ട് UAE ചില ശത്രുതാപരമായ നീക്കങ്ങൾ നടത്തിയതായും ബന്ദർ അബ്ബാസിൽ കേട്ട സ്ഫോടന ശബ്ദങ്ങൾ 2 ചെറിയ ഡ്രോണുകൾക്ക് നേരെയുള്ള ഇറാന്റെ പ്രതിരോധ ആക്രമണത്തിൻ്റെതാണെന്നും റിപ്പോർട്ടുകളുണ്ട്. അനുവാദമില്ലാതെ സഞ്ചരിച്ച ചില കപ്പലുകൾക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നാവികസേന നൽകിയ മുന്നറിയിപ്പുകളും സ്ഫോടന ശബ്ദങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഹോർമുസ്ഖാൻ തീരങ്ങളിൽ നടന്ന ഈ ആക്രമണങ്ങളിൽ ഇറാനിയൻ പൗരന്മാർക്ക് ആർക്കും ജീവഹാനി സംഭവിച്ചതായി ഇതുവരെ റിപ്പോർട്ടുകളില്ലെന്ന് ഇറാൻ ടെലിവിഷൻ വ്യക്തമാക്കി. എന്നാൽ തങ്ങളുടെ രാജ്യത്തിന് നേരെ നടന്ന കടന്നുകയറ്റത്തിന് അമേരിക്കയെയും സഖ്യകക്ഷികളെയും അക്ഷരാർത്ഥത്തിൽ വിറപ്പിക്കുന്ന മറുപടിയാണ് ഇറാന്റെ നാവികസേന നൽകിയത്. ഹോർമുസ് കടലിടുക്കിന് കിഴക്കും ചാബഹാർ തുറമുഖത്തിന് തെക്കുമായി നിലയുറപ്പിച്ചിരുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഇറാൻ സമാനതകളില്ലാത്ത പ്രത്യാക്രമണം അഴിച്ചുവിട്ടു. അബുദാബിക്ക് തീരത്തുള്ള അമേരിക്കൻ യുദ്ധക്കപ്പലിനെ ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തുവിട്ട ഷാഹിദ് അബു മഹ്ദി അൽ മുഹന്ദിസ് എന്ന അത്യാധുനിക ക്രൂസ് മിസൈലും മറ്റ് അതിശക്തമായ ബാലിസ്റ്റിക് മിസൈലുകളും കാമിക്കാസി ഡ്രോണുകളും അമേരിക്കൻ സേനയ്ക്ക് കനത്ത നാശമാണ് വിധിച്ചത്. USS ട്രക്സൺ, USS മേസൺ എന്നീ വമ്പൻ അമേരിക്കൻ ഡിസ്ട്രോയർ കപ്പലുകളെ ഇറാന്റെ വേഗമേറിയ ആക്രമണ ബോട്ടുകളും ഡ്രോണുകളും മണിക്കൂറുകളോളം വളഞ്ഞിട്ട് ആക്രമിച്ചു. ഇറാന്റെ ഈ അതിശക്തമായ സംയുക്ത സൈനിക നീക്കത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ കനത്ത നാശനഷ്ടങ്ങളോടെ 3 അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് ഒമാൻ ഉൾക്കടലിലേക്ക് ജീവനും കൊണ്ട് പലായനം ചെയ്യേണ്ടി വന്നു. ആക്രമണത്തിൽ അമേരിക്കയെ സഹായിച്ച ഗൾഫ് രാജ്യങ്ങളുടെ നടപടിയെ ഇറാൻ കേന്ദ്ര സൈനിക കമാൻഡ് അതിരൂക്ഷമായി അപലപിച്ചു. സ്വന്തം വിമാനങ്ങളിൽ നിന്നും UAE-യുടെ ദേശീയ പതാക മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഇറാന്റെ അതിർത്തികളിൽ അവർ നേരിട്ട് ആക്രമണം നടത്തിയതായി സംശയമുണ്ടെന്നും അതിനാൽ UAE ഇനി മുതൽ അയൽരാജ്യമായല്ല മറിച്ച് ശത്രുതാ രാഷ്ട്രമായിട്ടായിരിക്കും കണക്കാക്കുകയെന്നും ഇറാൻ ദേശീയ സുരക്ഷാ സമിതി അംഗം അലി ഖസ്രിയാൻ മുന്നറിയിപ്പ് നൽകി. ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയോട് സ്വീകരിക്കുന്ന അതേ കർശന സമീപനമായിരിക്കും ഇനി UAE-യോടും ഉണ്ടാവുകയെന്നും ആവശ്യമെങ്കിൽ ഏതു നിമിഷവും ആക്രമണം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്ക ഇതേ തെറ്റ് വീണ്ടും ആവർത്തിച്ചാൽ ഇതിലും വലിയ പ്രതികരണമായിരിക്കും അവർക്ക് നേരിടേണ്ടി വരികയെന്നും ഇറാന്റെ പുതിയ നാവിക വ്യവസ്ഥകളെ അമേരിക്ക അംഗീകരിക്കാൻ പഠിക്കണമെന്നും സുരക്ഷാ സമിതി തലവൻ ഇബ്രാഹിം അസീസിയും വ്യക്തമാക്കി. സ്വന്തം പരമാധികാരത്തിനുമേൽ കൈകടത്താൻ ശ്രമിച്ച അമേരിക്കൻ സാമ്രാജ്യത്തെ തങ്ങളുടെ പ്രഹരശേഷി കൊണ്ട് മുട്ടുകുത്തിച്ച ഇറാന്റെ സായുധ സേന മേഖലയിൽ തങ്ങൾ എത്രത്തോളം അജയ്യരാണെന്ന് ഈ ധീര പോരാട്ടത്തിലൂടെ ഒരിക്കൽ കൂടി ലോകത്തിനു മുമ്പിൽ തെളിയിച്ചിരിക്കുകയാണ്.